നിങ്ങളുടെ കട്ട ഫാനായി മാറിയിരിക്കാൻ. അതെ, ഇത് എപ്പോ മുതലെന്നും കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പൂച്ചക്കുട്ടിയായിട്ട് വന്നൊരു പുലി, അത് ചീറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ് നമ്മൾ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പലയിടത്തും പേഴ്സണൽ ഫേവറേറ്റ്സ് പലരും ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നു പറഞ്ഞേ. കുറച്ച് വീഡിയോ കാണിക്കട്ടെ. കാണിക്കൂ. എന്ത് കാണിച്ചിട്ടാണ് ആ ഭീമസേന എല്ലാം കാണിച്ചിരിക്കോ? ഒന്നും ചെയ്യുന്നില്ല. ഉറക്കം വരുന്നു. ജബ്രി പോയപ്പോഴും ജാസ്മിൻ ഡൗൺ ആയില്ല. ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് BB6. അതിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്ത് മോശമാണ് ജാസ്മിൻ അവിടെ ചെയ്തത്? കേക്കട്ടെ. മോശം കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെ കണ്ടിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയിൽ ഈ തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യം. ഈ നാഴിക്ക് 40 വട്ടം ജാസ്മിൻ എന്ന് പറഞ്ഞ എപ്പോ മുതലാണ് ഈ മാറി തുടങ്ങിയത്? എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ജിൻഡോ ആയിരുന്നു. ജിൻഡോ സാർ അല്ലെങ്കിൽ ജിൻഡോപ്പനായിരുന്നു. ഞാൻ നല്ല മത്സരാർത്ഥികളൊക്കെ സപ്പോർട്ട് ചെയ്തു. എവിടെയൊക്കെ വാക്കുകളില്ല. ഒരു ടിഷ്യൂ തരട്ടെ? വേർക്കുന്നുണ്ട്. ഒന്നും വേണ്ടായിരുന്നു. അല്ല, വെറുതെ ആണോ കപ്പ് കിട്ടിയത്? കളിച്ചിട്ടല്ലേ കപ്പ് കിട്ടിയത്? ഇതൊന്നും വിന്നറായി എന്ന് രാത്രി ശനിദശയിൽ ഇരിക്കുമ്പോ ഇതൊന്നും സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടിയ ഒരാളുടെ കാലിബർ എന്താന്ന് അപ്പൊ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. ഞാനത് സമ്മതിക്കുന്നു. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. പലരും ബിഗ് ബോസിൽ പോയിട്ടാണ് മാറിയത്, ബിഗ് ബോസിൽ പോവാതെ മാറിയ ആളാണ്. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു.